ലൈംഗികാരോപണ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഇന്ന് പാലക്കാട് എത്തിയേക്കും. രാഹുൽ എം.എൽ.എ. ഓഫീസിൽ രാവിലെ എത്തുമെന്നാണ് സൂചന. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, ആരോപണ വിധേയനായ ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പാർട്ടിയുമായി രാഹുലിന് ഒരു ബന്ധവുമില്ല എന്ന് സതീശൻ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ പക്ഷം രാഹുലിനെ സംരക്ഷിക്കുമെന്ന ഒരു നിലപാട് കൂടി എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കാനുള്ള സാധ്യതകൾ? ആര്യ, തീർച്ചയായും കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് രാഹുൽ അവസാനമായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാലക്കാട്ടെ എം.എൽ.എ. ഓഫീസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്കും തുടർന്ന് അടൂരിലെ വീട്ടിലേക്കും പോയത്. കഴിഞ്ഞ മാസം 20-നാണ് രാഹുലിനെതിരെ ലൈംഗികാരോപണവും അതേപോലെ തന്നെ അതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു വന്നത്. അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ എത്തിയിരുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലിനെതിരെ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് വിവിധ സംഘടന എസ്.എഫ്.ഐയും DYFIയും അതേപോലെ തന്നെ മറ്റ് സംഘടനകൾ അടക്കം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു രാഹുൽ ഒരു മാസത്തോളമായി പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിട്ട്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി പാലക്കാട് മണ്ഡലത്തിലുണ്ടായിരുന്നു. മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലൊന്നും രാഹുൽ ഇല്ലാത്തതിനാൽ നിശ്ചലമായ ഒരു സ്ഥിതിയായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ പാലക്കാട് എം.എൽ.എ. ഓഫീസിൽ എത്തുമെന്നാണ് സൂചന. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ പാലക്കാട് എം.എൽ.എ. ഓഫീസിന് മുന്നിലും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെയാണ് എം.എൽ.എ. ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം BJPയുടെയും അതുപോലെ തന്നെ SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രതിഷേധം രാഹുൽ എത്തിയാൽ ഉണ്ടാവുമെന്ന കാര്യം മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ ശക്തമായ രീതിയിൽ ഒരു സുരക്ഷാ സന്നാഹം പാലക്കാട് എം.എൽ.എ. ഓഫീസിലും അതേപോലെ തന്നെ എം.എൽ.എ. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇന്നിപ്പോൾ നിലവിൽ പാലക്കാട്ടെ മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള മണ്ണാർക്കാട്ടെ PJ പൗലോസ് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും രാഹുൽ പോകുമെന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പോകുന്ന വഴികളിലും അതേപോലെ തന്നെ രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ DYFI അടക്കമുള്ള സംഘടനകളും വ്യക്തമാക്കിയതാണ്. എന്നാൽ അത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളെയൊക്കെ എങ്ങനെ കോൺഗ്രസും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മറികടക്കും എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനാൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് സംരക്ഷണം ഒരുക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയാൻ വേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ പുറത്താക്കിയിരുന്നു. അതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രാഹുലിന് സംരക്ഷണം ഒരുക്കുമോ എന്നത് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയുടെ ഡ്രഗ്സ് അഗെയിൻസ്റ്റ് വാക്കത്തോണും പാലക്കാട് ഉണ്ടായിരുന്നു. ഇതിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിരുന്നു. അദ്ദേഹം കൃത്യമായ രീതിയിൽ രാഹുലിനെതിരെ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായി മുതിർന്ന നേതാക്കളും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമായിരുന്നു രാഹുലിനെതിരെയുള്ള തീരുമാനം. അതിനാൽ തന്നെയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു വ്യക്തി മാത്രം എടുത്ത തീരുമാനമല്ല. കാരണം ആർക്കും അറിയാം, വലിയ രീതിയിലുള്ള സൈബർ യുദ്ധമടക്കം VD സതീശനെതിരെ ഉണ്ടായിരുന്നു. അന്നെല്ലാം VD സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് പാലക്കാട് കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ ഈ രാഹുൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പാലക്കാട് MLA ഓഫീസിൽ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആര്യ, തീർച്ചയായും എന്തായാലും MLA മണ്ഡലത്തിൽ ഇല്ലാത്തത് കാരണം പല വികസന പദ്ധതികളും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പാലക്കാട് കാണാൻ സാധിച്ചത്. ഈ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് പലതും മറുപടിയില്ലാതെ ഉത്തരം മുട്ടുന്ന കോൺഗ്രസ് നേതാക്കളെയും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ രാഹുൽ പാലക്കാട്ടേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുമ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒപ്പം വലിയ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം വലിയൊരു പ്രതിഷേധത്തിന് തന്നെ പാലക്കാട് ഇന്ന് സാക്ഷിയാകും എന്നതിൽ ഒരു സംശയവുമില്ല. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.